സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഏറെ മുന്നിലാണെന്ന് നാം അഭിമാനിക്കുമ്പോഴും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കടന്നുകയറ്റം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ വേരിറക്കുന്നത് എത്രത്തോളം ആഴത്തിലാണെന്ന് പനങ്ങാട് നടന്ന സംഭവം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം അമ്മയെ കമ്പിപ്പാര കൊണ്ട് മർദ്ദിച്ച നിവ്യ എന്ന 30-കാരിയുടെ ക്രൂരത ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ലഹരിക്ക് അടിമപ്പെട്ട ഒരു തലമുറ എങ്ങനെ ക്രിമിനൽ പാതയിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ നേർചിത്രമാണ്. പനങ്ങാട് കുമ്പളം തിട്ടയിൽ വീട്ടിൽ സരസു എന്ന അമ്മ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ഒരു വൈകുന്നേരം വെറും ഒരു ഫേസ് ക്രീം മാറ്റിവെച്ചതിനെ ചൊല്ലിയുണ്ടായ നിസ്സാരമായ വാക്കുതർക്കം ഒരു കൊലപാതക ശ്രമത്തിലേക്ക് മാറാൻ നിമിഷങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. നിവ്യ തന്റെ അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ കൊണ്ടും നിർത്താതെ വീട്ടിലുണ്ടായിരുന്ന മാരകായുധമായ കമ്പിപ്പാര ഉപയോഗിച്ച് അമ്മയുടെ നെഞ്ചിനും വലതു കൈക്കും ക്രൂരമായി പ്രഹരിക്കുകയായിരുന്നു. അടിയേറ്റ് വാരിയലുകൾ തകരുകയും കൈക്ക് ഗുരുതരമായ ഒടിവ് സംഭവിക്കുകയും ചെയ്ത സരസുവിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയത് കൊണ്ട് മാത്രമാണ് ഒരു മരണം ഒഴിവായത്. നാട്ടുകാർ സരസുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലും എത്തിച്ചു. എന്നാൽ അമ്മ പരാതി നൽകിയെന്ന് മനസ്സിലാക്കിയ നിവ്യ ഉടൻ തന്നെ വയനാട്ടിലേക്ക് കടന്നു കളഞ്ഞു. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ പോയ ഇവരെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പനങ്ങാട് പോലീസ് പിടികൂടിയത്. നിവ്യയുടെ ക്രിമിനൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ആക്രമം ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനമല്ലെന്ന് വ്യക്തമാകും. 10 വർഷങ്ങളോളമായി പനങ്ങാട് താമസിക്കുന്ന ഇവർ 20-ാം വയസ്സ് മുതൽ തന്നെ സാമൂഹിക വിരുദ്ധ സംഘങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നു. പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം കൊച്ചിയിലെ പനങ്ങാട്, നെട്ടൂർ മേഖലകളിലെ ലഹരി വിതരണ ശൃംഖലയിലെ പ്രധാനികളിൽ ഒരാളാണ് നിവ്യ. 2020 ജൂലൈയിൽ 3.5 കിലോ കഞ്ചാവുമായി ഇവർ പോലീസിന്റെ പിടിയിലായിരുന്നു. അന്ന് സുഹൃത്തുക്കളായ ജാൻസൺ ജോസ്, വിഷ്ണു സുരേന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് ഇവർ പിടിയിലായത്. ലഹരി വസ്തുക്കളുടെ വിപണനത്തിലും വിതരണത്തിലും നിവ്യ സജീവമായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസ് അന്ന് തന്നെ ശേഖരിച്ചിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ഇവർ തന്റെ ക്രിമിനൽ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നത് നിലവിലെ സംഭവത്തിൽ നിന്ന് വ്യക്തവുമാണ്. നിവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്ന് 2020 നെട്ടൂരിൽ നടന്ന ഫഹദ് ഹുസൈൻ എന്ന 19-കാരന്റെ കൊലപാതകമാണ്. ലഹരി മാഫിയകൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഫലമായിരുന്നു ആ കൊലപാതകം. മൊബൈൽ ഫോൺ തർക്കം പരിഹരിക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയാണ് ഫഹദിനെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ 25ഓളം പ്രതികൾ ഉണ്ടായിരുന്നതിൽ പ്രധാനി നിവ്യയായിരുന്നു. താൻ ഉൾപ്പെട്ട സംഘത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനും എതിരാളികളെ അടിച്ചമർത്താനും ഇവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കവെയാണ് വീണ്ടും ക്രൂരമായ മറ്റൊരാക്രമം ഇവർ നടത്തിയിരിക്കുന്നത്. സരസു എന്ന അമ്മ വീട്ടുജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. മകൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവർ അത് തടയാൻ ശ്രമിച്ചതാണ് നിവ്യയെ ചൊടിപ്പിച്ചത്. തന്റെ ലഹരി ഇടപാടുകൾക്കും സ്വതന്ത്രമായ ക്രിമിനൽ ജീവിതത്തിനും തടസ്സമായി നിൽക്കുന്നത് അമ്മയാണെന്ന് തോന്നൽ ആ മകളെ ഒരു ശത്രുവായി കാണാൻ പ്രേരിപ്പിച്ചു. ലഹരി ഉപയോഗം മസ്തിഷ്കത്തിലെ ചിന്താശേഷിയെയും വിവേകത്തെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സ്വന്തം അമ്മയുടെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലേക്ക് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മാറുന്നത് മാരകമായ ലഹരി മരുന്നുകളുടെ ഉപയോഗം മൂലമാണ്. നിവ്യയുടെ 5 വയസ്സുകാരനായ മകന്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ്. അമ്മ ജയിലിലും മുത്തശ്ശി ആശുപത്രിയിലുമായതോടെ ആ കുഞ്ഞിനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടിയും വന്നു. ലഹരി ഒരു തലമുറയെ മാത്രമല്ല, വരും തലമുറയുടെ ജീവിതം കൂടിയാണ് നശിപ്പിക്കുന്നത്. പോലീസിനോട് പോലും അത്യന്തം മോശമായി പെരുമാറുന്ന സ്വഭാവമാണ് നിവ്യയുടേത്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിവ്യയെ വെറും ഒരു സാധാരണ പ്രതിയായി കാണാൻ കഴിയില്ലെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. ഇവർക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചും കഴിഞ്ഞു. സ്ഥിരം കുറ്റവാളിയെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ നിയമം നിവ്യയുടെ മേൽ ചുമത്തുന്നതോടെ അവർക്ക് ദീർഘകാലം വിചാരണയില്ലാതെ തടവിൽ കഴിയേണ്ടി വരും. ഇവരെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതോടെ ഇവരുടെ എല്ലാ നീക്കങ്ങളും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലുമായിരിക്കും. പനങ്ങാട്ടെ ഈ സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലഹരി എന്നത് ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ചൊരു സാമൂഹിക വിപത്താണ്. വീടുകളിൽ നിന്നും തുടങ്ങേണ്ട ജാഗ്രത ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അത്യന്താപേക്ഷിതവുമാണ്. സ്വന്തം മകൾ തന്നെ അന്ധകയായി മാറുന്ന അവസ്ഥയിലേക്ക് സരസു എന്ന അമ്മ എത്തിയത് ലഹരി മാഫിയയുടെ സ്വാധീനം കൊണ്ടാണ്. നിവ്യയെ പോലുള്ള കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ യുവതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശക്തമായ ബോധവൽക്കരണവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അമ്മയുടെ സ്നേഹത്തേക്കാൾ വലുത് ലഹരിയാണെന്ന് കരുതുന്ന മനസ്സ് ഒരു രോഗമാണ്. ആ രോഗത്തിന് മരുന്ന് കടുത്ത ശിക്ഷാ നടപടികൾക്കൊപ്പം തന്നെ സമൂഹത്തിന്റെ ജാഗ്രത കൂടിയാണ്. സരസുവിന് നീതി ലഭിക്കണം. അതോടൊപ്പം തന്നെ നിവ്യയെ പോലുള്ളവർ ഇനി ഒരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രയത്നിക്കാം.